ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഞങ്ങളെ സ്വന്തം സംഘു. ഇത് പുലർച്ചെ 4 മണി ട്ടോ. ഇന്നിപ്പോ നേരത്തെ കാലത്ത് എണീറ്റത് എന്താണെന്നല്ലേ, ഞാൻ അമ്പലത്തിൽ പോവാണ്. ഒരു 23 വർഷം മുമ്പത്തെ ഒരു ഓർമ്മയാണ് കേട്ടോ. ഇതാ രാവിലെ ഉമ്മറൊക്കെ നടിച്ചേരി വിളക്കൊക്കെ കത്തിച്ച് കുളിന്നാനൊക്കെ കഴിഞ്ഞിട്ടോ നേരെ അടുക്കളയ്ക്ക് പോയി. രാവിലെ തന്നെ അമ്പലത്തിൽ പോകാൻ ഒരുങ്ങിയതാണ്. ഒരടുപ്പത്ത് ഉപ്പുമാവുണ്ട്, ഒരടുപ്പത്ത് പഴം പുഴുങ്ങാനും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാകെ നമ്മളെ ചായ ഇവിടെ വെട്ടി തിളക്കിയിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഒരുങ്ങാൻ പോവാണ്. ഇതാണ് കേട്ടോ ഞാനിട്ടത്. എനിക്ക് ഇങ്ങനെ മോഡേൺ ഡ്രസ്സ് ഒക്കെ ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഈ മിടി വാങ്ങിക്കൊണ്ടുവന്നത് ചേച്ചീന്റെ മോളെ കയ്യിൽ നിന്നാണ് കേട്ടോ. ഈ ടോപ്പാണെങ്കിലോ കഴിഞ്ഞ വർഷം എന്റെ ബർത്ത്ഡേക്ക് ആശ ചേച്ചി തന്നതാണ് കേട്ടോ. അങ്ങനെ ഞാനതിന്റെ ഒരു ഫ്രണ്ടായ ചേച്ചിയും കൂടി മഞ്ചേരി തിരുമാന്താംകുന്ന് എത്തിട്ടോ. നാളെയാണ് കേട്ടോ എന്റെ വെഡിങ് ആനിവേഴ്സറി. 23 വർഷം തികയാൻ പോവാണ്. അപ്പൊ അതിന്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് തലേ ദിവസം ഞാൻ അമ്പലത്തിൽ പോവാന്ന് കരുതി. തിരുമാന്താംകുന്ന് നല്ല പരിപാടി നടക്കണ്ടല്ലോ. പുലർച്ചെ തന്നെ ഞങ്ങൾ എത്തി നല്ല രീതിയിൽ തൊഴുതു പോന്നു കേട്ടോ. അങ്ങനെ നാളേക്ക് 23 വർഷം തികയാൻ പോവാണ് കേട്ടോ എന്റെ കല്യാണം കഴിഞ്ഞിട്ട്. ഈ 23 വർഷത്തിനിടയിൽ ഞാൻ ഹാപ്പിയാണെന്ന് ചോദിച്ചാൽ അൽഹംദുലില്ലാ ഞാൻ ഹാപ്പിയാണ് കേട്ടോ. 3 മക്കളും സ്വന്തമായിട്ട് വീടും മോളെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇന്ന് ഞാൻ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് കേട്ടോ. നാളത്തെ സ്ഥിതി എന്താണെന്ന് ഞമ്മക്കറിയില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് പോന്നു. ചായക്കാണെങ്കിൽ ഒടുക്കത്തെ ചൂട്, മധുരാണെങ്കിൽ ഇല്ല. രാവിലെ തന്നെ ചായക്ക് മധുരമില്ലാത്തതിന്റെ പേരില് ചായക്കടക്കാരനെ ചീത്ത പറയണ്ടെന്ന് കരുതി എങ്ങനെയൊക്കെ ഞങ്ങൾ ആ ചായ കുടിച്ച് ഒരു റീൽ എടുത്തു കേട്ടോ. അവിടുന്ന് അങ്ങാടിപ്പുറം അമ്പലത്തിലെ ഉത്സവം നടക്കുന്ന കാരണേ കുറെ ദിവസമായിട്ട് ഞാൻ പോവാ ഒരുങ്ങുന്നുണ്ട് കേട്ടോ. അപ്പൊ ഏറ്റവും നല്ലൊരു ദിവസം ഏപ്രിൽ 6ഉം ഏപ്രിൽ 7ആണെന്ന് ഞാൻ കരുതി. ഇന്ന് നേരത്തെ കാലത്തെ ഞാൻ പോയിട്ടോ. എന്തായാലും ഞാൻ ഹാപ്പി ആയി തിരിച്ചു പോന്നു. അങ്ങനെ ദാ വീട്ടിലെത്തി വീണ്ടും ഞാൻ ആലോചിച്ച് കുത്തി ഇരുന്നു നാളത്തെ ഒരു ദിവസത്തിന്റെ ഒരു ഓർമ്മയും. പുതിയൊരു വീഡിയോയിൽ കാണും വരെ.